ഞാൻ ഈ വൈറ്റ് ഇന്നോവയുടെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് 24,500 ഹെഡ്ലൈറ്റിന് വന്നത്. ബാക്കിൽ 12,000 രൂപയുടെ എർട്ടിഗയുടെ സീറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്ന ഗാരേജിൽ വിശേഷങ്ങളായിട്ടാണ്. നമ്മുടെ ബാക്കിൽ ഒരു വൈറ്റ് കളർ ഇന്നോവ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബിങ് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്കാണ്. നമ്മൾ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക്, അതേപോലെ തന്നെ ബോർഡിൻ്റെ ക്രോം ഗ്ലോസി ബ്ലാക്ക്. സെൻറ്ററിൽ വരുന്ന ആ ഒരു ഏരിയ മാറ്റ് ബ്ലാക്ക് ആണ്. അതിൻ്റെ താഴെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തു. പിയാനോ ബ്ലാക്ക്, അതന്നെ പിയാനോ ബ്ലാക്ക് ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ വണ്ടിയുടെ. ലാസ്റ്റ് സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ വരുന്ന ഡിക്കിയുടെ ക്രോമും പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം നമ്മളിതൊരു ഫുൾ പെയിൻറ്റിങ് ചെയ്തൊരു വണ്ടിയല്ല കേട്ടോ. ഫുൾ പെയിൻറ്റിന് വേണ്ടി വന്നതല്ല, ടച്ചപ്പിന് വേണ്ടി വന്നതാണ്. പക്ഷേ നമ്മൾക്ക് ഈ ഒരു ഏരിയ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തിട്ട് അടിക്കേണ്ടതായിട്ട് വന്നു. അത്യാവശ്യം ഫുൾ പെയിൻറ്റ്, പക്ഷേ ഇന്നർ സൈഡും നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല, റൂഫ് പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഒരു റൗണ്ട് ചെയ്തിട്ട് ഏരിയ ഫുൾ അടിക്കേണ്ടതായിട്ട് വന്നു. ഇനിയിപ്പോൾ ബാക്കിൽ ഡിക്കിയുടെ സെറ്റിംഗ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്, ഒരു റെഡ് കളർ വണ്ടി. ഇപ്പോൾ ടൈപ്പ് 4 കൺവേർഷൻ, അതേപോലെ തന്നെ വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ മാസ്കിംഗ് ഒക്കെ ചെയ്ത് പ്രൈമർ അടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കണം കേട്ടോ. പ്രൈമർ അടിക്കാൻ വേണ്ടി വണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ബോഡി ഫുള്ളറിൻ്റെ വർക്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ പുറത്ത് ഹോണ്ട സീറ്റ് ഇറക്കിയിട്ടുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഇനിയിപ്പോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ വണ്ടി ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വാഷിംഗ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ഇതേ സന്നിധി 2K പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഇന്നോവ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED ടൈൽ ലാമ്പ് എല്ലാം വെച്ച് വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിതുമ്പോൾ വാറ്റ്സ് ഇടാനായിട്ട് ബാക്കിയാണ്. അതേപോലെ ഫൈനൽ ഇത് ബാക്കിയാണ്. കാരണം ഞാൻ വൈകുന്നേരം ഇപ്പോൾ 5 മണിയായ സമയം. അപ്പോൾ ഗാരേജിൽ കൊണ്ടുപോയി വാറ്റ്സൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് വരുമ്പോൾ എന്തായാലും രാത്രിയോ. അപ്പോൾ അതിലേക്ക് വീഡിയോ എടുക്കണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. വൈറ്റ് കളർ ഇന്നോവ നമ്മൾ ഫുൾ പെയിൻറ്റിങ് അല്ലായിരുന്നു, ഇത് റൗണ്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ ലുക്ക് കാണിച്ചു തരാം. ബാക്കിൽ വരുമ്പോൾ ഈ ഒരു ലുക്കാണ്. ബമ്പർ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഗ്ലോസി ബ്ലാക്ക് അടിച്ചു, പിയാനോ ബ്ലാക്ക്, സ്പോയിലർ പിയാനോ ബ്ലാക്ക്, പിന്നെ സ്മോക്കിംഗ് ടൈപ്പ് LED ടൈലൈറ്റാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മറ്റേ വണ്ടി വാഷിങ്ങിൽ പോയി. അപ്പോൾ ആ സമയത്ത് അടുത്ത വണ്ടി നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ് പോളിഷും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിൽക്കി ഗോൾഡ് കളറാണ്. അപ്പോൾ കട്ടിങ് പോളിഷിന് വേണ്ടിയിട്ട് റെഡി നിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഗാരേജിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഇന്നോവയിലാണ്. നമ്മുടെ ഒരു ഇന്നോവ ഇവിടെ വന്നിട്ടുണ്ട്, റെഡ് കളർ, നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സൗണ്ട് കാര്യങ്ങളെല്ലാം കംപ്ലൈൻറ്റ് പറയണ്ടായിരുന്നു. 2007 മോഡൽ ഇന്നോവയാണ് കേട്ടോ. പക്ഷേ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ആകെ ഉള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ കേസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ചെറിയ നോയ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൻ്റെ സീറ്റിൻ്റെ ചെറിയ നോയ്സ് വരുന്നുണ്ട്. അതല്ലാണ്ട് ഈ വണ്ടിക്ക് വേറൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. 2 ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ 2007 വണ്ടി എന്ന് പറയില്ല, നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി എന്നല്ല, മിക്ക വണ്ടികളും നീറ്റായിട്ടാണ് നമ്മുടെ ഗാരേജിലേക്ക് വരുന്നത്. നീറ്റായിട്ട് തന്നെ നമ്മൾ കൺവേർഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ആയിരുന്നു. വണ്ടി ഡെലിവറി ചെയ്തു. സെന്നെ നമ്മളുടെ പ്രൈമർ കോട്ട് 2K അടിച്ച് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ എർട്ടിഗയുടെ സീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അതിൻ്റെയും ഡെലിവറി അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരുന്നതാണ്. ഫുള്ളായിട്ടുള്ള കാണിച്ച് എത്ര എമൗണ്ട് ആയെന്നുള്ള ഡീറ്റെയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ഇന്നോവയുടെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് 24,500 ഹെഡ്ലൈറ്റിന് വന്നത്. ബാക്കിൽ 12,000 രൂപ തന്നെയാണ് ആ ഒരു ടൈലൈറ്റിന് വരുന്നത്. പിന്നെ നമ്മളതിൽ ചേഞ്ച് ചെയ്തെന്ന് ഔട്ടർ ബോഡി പെയിൻറ്റിങ് ആയിരുന്നു. പക്ഷെ ഔട്ടർ ബോഡി പെയിൻറ്റിങ് അതിന് ഫുള്ളായിട്ട് മാസ്കിങ് ചെയ്ത് ഔട്ടർ ബോഡി പെയിൻറ്റ് ചെയ്തു. അതിന് തന്നെ 32 രൂപയുടെ അടുത്ത് പെയിൻറ്റിങ്ങിന് വന്നിട്ടുണ്ട്. കാരണം ആകെ നമ്മൾ അടിക്കാത്ത പെയിൻറ്റ് എന്ന് പറയുന്നത് റൂഫും അതുപോലെ തന്നെ ഇന്നറുള്ള വശങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്ന രീതിയിൽ തന്നെ 2K പ്രൈമറൊക്കെ അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടിയും പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്യാപ്സിയുടെ പെയിൻറ്റ് യൂസ് ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് 3M വാച്ച് പോളിഷിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഫ്രണ്ടിലെ ബമ്പർ അതുപോലെ തന്നെ ബാക്കിലെ ബമ്പർ ഫ്രണ്ട് ഗ്രില്ല് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്ത കൺവെർഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഗാരേജ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇതേ നമ്മളുടെ എർട്ടിഗയുടെ സീറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എർട്ടിഗയുടെ സീറ്റ് ഇതേ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര കാണിക്കണുള്ളൂ. എർട്ടിഗയുടെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതാണ് സെപ്പറേറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാനുണ്ട്. ഡിസൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ.